എൻ്റെ അടുത്ത് ഏതെങ്കിലും കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലും അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ജനറലി കൊടുക്കുന്ന അഡ്വൈസിൻ്റെ കൂടെ ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു സാധനമാണ്, നിങ്ങൾ എത്ര ചെറിയ ജോലിയാണെന്നുണ്ടെങ്കിലും ഫ്രം യുവർ വെരി ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സും സേവിങ്സും സത്യം പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. പിന്നെ സ്റ്റാർട്ട് ഓഫ് യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് വിത്ത് സേവിങ്സ്. കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് തുടങ്ങാം. അങ്ങനെയൊക്കെയാണ് ഞാനും തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് ജോലിയിൽ ഇപ്പോൾ ഒരു 1 ഇയറോ അല്ലെങ്കിൽ ഒരു 8 to 10 months ഒക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് സ്റ്റേബിൾ ആവുമല്ലോ. അതിനുശേഷം ട്രൈ സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. യെസ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു സംഭവം ഒരു പൈസ സർട്ടൻ എമൗണ്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കോംപ്ലിക്കേറ്റഡ് ടേംസ് ഇപ്പം എനിക്ക് ഒരുപാട് പറയാനൊന്നും അറിയൂല. ഞാനിപ്പോൾ ചെയ്തത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ എനിക്കുള്ളൂ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു പൈസ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സേഫായിട്ട് ഇടുവാണ്. അതവിടെ വെറുതെ ഇട്ട് വെക്കല്ല, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇൻകം എവറി മന്ത് ജനറേറ്റ് ആവും. അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുക. സേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുന്നത് അവിടെ കിടക്കുവാണല്ലോ, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ തിരിച്ചെടുക്കാം, എന്താ ഇൻട്രസ്റ്റ് ഒക്കെ കയറി അങ്ങനെയല്ലേ. പക്ഷേ ഇത് അങ്ങനെയല്ല. എവറി മന്ത് യു ഗെറ്റിംഗ് സംതിങ് ഇൻ റിട്ടേൺ. ദാറ്റ്സ് ഹൗ യു ഇൻവെസ്റ്റ് ഇൻ തിങ്സ് അല്ലേ. സോ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇംഗ്ലീഷിനൊരു പങ്ക് എന്തായാലും ഉണ്ടാവും. ബിക്കോസ് വെൻ യു ടോക്ക് ടു പീപ്പിൾ അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് യു മൈറ്റ് ഹാവ് ടു ആസ്ക് ദം ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ഹൗ ഡു യു ഡു ദാറ്റ്? we'll help you. Okay? Yes. So the first question, ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നിക്ഷേപം എന്നാണല്ലോ പറയുന്നത്. അപ്പം നിക്ഷേപിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ്? ഇതായിരിക്കും നമ്മൾ ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. അതെങ്ങനെയായിരിക്കും ചോദിക്കുക? Which is the best investment options? Yes, option. Okay, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ? നമ്മൾ ഒരു സെലക്ട് ഇപ്പോൾ വാട്ടും വിച്ചിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിന്ന് സെലക്ട് ലൈക്ക് ഞാൻ ഓപ്ഷൻസ് നിനക്ക് തരുന്നില്ല. ഈ ലോകത്ത് എത്രങ്ങാനും കളർ ഉണ്ട്, അതിൽ ഏതൊരു കളർ നിന്നോട് സെലക്ട് ചെയ്യാൻ പറയുകയാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഡിഫറൻസ് എന്താ വെച്ചാൽ ഞാൻ നിനക്ക് ഇവിടെ റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് ഇപ്പോൾ 5 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ നിന്റെ ഫേവറേറ്റ് കളർ ഏതാന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ വിച്ച് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ ഓപ്ഷൻ ഇല്ലാണ്ട് ഒരാൾ വിച്ച് ഇസ് റോങ് ആണ്. ഇറ്റ് ഹാസ് ടു ബി വാട്ട്. അത് തന്നെയാണ് ഇവിടെയും. നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാനല്ല പറയുന്നത്. ജനറലി ഏതാണ് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഹാസ് ടു ബി വാട്ട് ഈസ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. ഓക്കെ. അടുത്തത് SIP ആണോ FD ആണോ കൂടുതൽ നല്ലത്? വിച്ച് ഈസ് ബെറ്റർ, SIP ഓർ FD? ഇപ്പം SIPയുടെ ഫുൾ ഫോം നമ്മളെല്ലാവരും SIP ചെയ്യുന്ന ആളായിരിക്കും. എനിക്കറിയില്ല. FD എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ്. യെസ്. ഓക്കെ. മറ്റേത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. നമ്മൾ പൊതുവെ SIP എന്ന് പറയാറുണ്ട്. FDയുടെ ആയിരിക്കും മിക്കവാറും നമുക്ക് ഫുൾ ഫോം അറിയുണ്ടാവുക. ഓക്കെ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സുരക്ഷിതമാണോ? Investing in stock market is usually safe. പിന്നെ വേണ്ട. ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് സേഫ്? ഓക്കെ, അങ്ങനെ മതി. മാസം കുറച്ച് പണം മാത്രം നിക്ഷേപിച്ച് തുടങ്ങാട്ടോ. Can I start investing in with a small amount monthly? Okay. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് നല്ല ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? which are the long term? അവിടെയും ഞാൻ ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ what are the good long term investment options? Yes, what are options? What are some good options for long term investments? അങ്ങനെയും ചോദിക്കാം. ഓക്കെ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എങ്ങനെ തുടങ്ങാം? How can I start investing in mutual funds? Yes. എമർജൻസി ഫണ്ട് വേറെ മാറ്റി വെക്കണോ? Do I have to? Should I keep a separate? Should I keep separate emergency fund? Yes. So for this the answer is yes. എമർജൻസി ഫണ്ട് എപ്പോഴും വെക്കണം. അത് സേഫറായിട്ട് വല്ല SIPയിലോ മ്യൂച്വൽ ഫണ്ട്സിലോ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് എപ്പോൾ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം. അങ്ങനെയും വെക്കാം. എടുക്കാം. ഓ യെസ് ഓഫ് കോഴ്സ്. നമുക്ക് എത്ര കൊല്ലത്തേക്കാന്നുള്ളതൊക്കെ ആദ്യം ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മന്ത് 25K ആണ് സേവ് ചെയ്യാൻ വിചാരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ 10K 5K ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒരു 10K മേ ബി ഒരു ലോങ് ടേമിലേക്കായിരിക്കാം, ഒരു 10K മേ ബി ഒരു 5-6 ഇയേഴ്സിൽ എടുക്കാനായിരിക്കാം, 5K മേ ബി നിങ്ങൾ എമർജൻസി ഫണ്ട് പോലെ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെയൊക്കെ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. എല്ലാ ഫണ്ടും കൂടി ഒറ്റൊരു പ്ലാനിൽ കൊണ്ടിട്ടാൽ ചിലപ്പോൾ അത് ഇടിഞ്ഞു പോയാൽ നിങ്ങളുടെ മൊത്തം പൈസ പോകും. അപ്പോൾ ഇത് മൊത്തത്തിൽ സ്റ്റോക്കൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ. ഞാൻ ഒരുപാട് പറയാത്തത് ബിക്കോസ് ഐ എം നോട്ട് ദാറ്റ് അവെയർ ഓഫ് ഇറ്റ്. ഐ എം അവെയർ ഓഫ് ഇറ്റ് ടു ആൻ എമൗണ്ട് വെയർ ഐ നോ വാട്ട് ടു ഡു വിത്ത് മൈ മണി ആൻഡ് വിത്ത് ദ ഗൈഡൻസ് ഓഫ് മൈ പേരൻസ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം എടുക്കേണ്ടതുണ്ടോ? Do I have to
take advice from financial advisor. Okay, അല്ലെങ്കിൽ should I take help from a financial advisor? അല്ലെങ്കിൽ ആവശ്യമുണ്ടോ ചോദിക്കണമെങ്കിൽ do I need a financial advisor എന്നൊക്കെ ചോദിക്കാം. Okay, so everybody watching this video, start investing today. There's no tomorrow. It's very important, trust me. നിങ്ങൾ നാളെ അല്ലെങ്കിൽ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയും. യെസ്, അതുള്ളതാണ്. ഓക്കെ, പെട്ടെന്ന് ചെയ്തു തുടങ്ങിക്കോ. ഇനി ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ ഫൈനാൻഷ്യൽ റിലേറ്റഡ് അല്ല, ഇത് ഇംഗ്ലീഷായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. വിൽ ഡെഫിനറ്റ്ലി ആൻസർ. ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം അധികമായിട്ട് പറയാനുള്ളൊരു ക്വാളിഫിക്കേഷനൊന്നും ഞങ്ങൾക്ക് ഇല്ല അല്ലേ. അപ്പം ഇനി ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ comment course and we'll take it from there. Okay, bye bye. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.